ഹായ്, ഞാൻ മായ. ഞാൻ അഞ്ചൽ ലീക്കൂട്ട് മേക്ക് ഓവർ സ്റ്റുഡിയോ എന്നൊരു സ്ഥാപനം നടത്തുകയാണ്. ഞാൻ 6 വർഷമായി ഇത് ഓപ്പൺ ചെയ്തിട്ട്. ആദ്യത്തെ യൂണിസെക്സ് പാർലറാണ് ഞങ്ങളുടെ അഞ്ചലത്തെ. ഇന്ന് ഞങ്ങളുടെ ഗസ്റ്റായിട്ട് വന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മിക്ക് ഇന്നൊരു ഗസ്റ്റ് ലുക്ക് മേക്കപ്പാണ് ചെയ്യുന്നത്. ഇന്ന് പല കുട്ടികൾക്കും മേക്കപ്പ് ഒരുപാട് സാധനങ്ങൾ അവർ വീട്ടിൽ മേടിച്ച് വെച്ച് എന്തൊക്കെയോ ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പം പറയും മേഡം അവിടെ ഇങ്ങനെ വിയർക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, മേക്കപ്പ് അതിൻ്റെ ഒന്നായിട്ട് തന്നെ ചെയ്യണം. ഞങ്ങൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന വാട്ടർ പ്രൂഫ് മേക്കപ്പാണ്. അത് ഏത് വെയിലത്തും അത് പോവില്ല. അത് നല്ല ഗസ്റ്റ് ലുക്ക് ഒരു ഗ്ലോ മേക്കപ്പ് തന്നെയാണ് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ സാരി എല്ലാം ഞാൻ സെറ്റ് ചെയ്തു. കാര്യം സമയക്കുറവുണ്ടായിരുന്നു. പിന്നെ അതേ കണക്ക് തന്നെ ഹെയറും സെറ്റ് ചെയ്തു. അവർക്ക് മിസ്സി ഹെയറാണ് വേണ്ടുന്നതെന്ന് പറഞ്ഞു. ഇന്ന് ഒരു മിസ്സി ഹെയർ ഒരു ചെറിയ ഗസ്റ്റ് ലുക്ക് മേക്കപ്പായിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ക്ലെൻസ് ചെയ്യുകയാണ്. ഫേസ് ക്ലെൻസ് ചെയ്യണം. പിന്നെ മേക്കപ്പിന് മുമ്പായിട്ട് നമ്മളെപ്പോഴും ഒരു ഐസ് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ആ മേക്കപ്പ് നിൽക്കും. ഐസ് ക്യൂബ് മുഖത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ക്ലെൻസ് ചെയ്യുമ്പോൾ? ഇല്ല, ഒരു കാരണവശാലും ഐസ് നമ്മൾ ഡയറക്റ്റ് കൊടുക്കരുത്. നമ്മൾ കോട്ടണിലോ അല്ല കോട്ടൺ ഉണ്ടല്ലോ, കോട്ടൺ തുണി അല്ലെങ്കിൽ ഒരു മസാജ് ഇതേ രീതിയിലൊന്ന് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ മുഖം ഐസ് വാട്ടറിൽ ഡിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെ, അത് നല്ലതാണ്. ലക്ഷ്മി, ഞാൻ സ്കിൻ ടോൺ അനുസരിച്ചുള്ള മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. അത് ഓക്കെ ആണോ ലക്ഷ്മി? സ്കിൻ ടോൺ അനുസരിച്ചുള്ള മേക്കപ്പാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. പണ്ട് അങ്ങനെയല്ല, ഓരോ ക്ലയൻറ്റ് വരുമ്പോഴും എന്നോട് പറയും ഞാൻ ഇവിടെ നല്ല ഇച്ചിരി ഡാർക്ക് സ്കിന്നുകാരാണെങ്കിൽ പറയും എനിക്ക് വെളുത്തിരിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള മേക്കപ്പ് അല്ല. എല്ലാവരും ആവശ്യപ്പെടുന്നത് സ്കിൻ ടോൺ അനുസരിച്ചുള്ള മേക്കപ്പാണ്. ഇനി നമ്മൾ പ്രൈമർ യൂസ് ചെയ്യും. ഓരോ സ്കിന്നനുസരിച്ചുള്ള പ്രൈമറുണ്ട്. ഇതിപ്പോൾ ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. മേക്കപ്പ് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിൽ വേണ്ടി ഏത് സ്റ്റെപ്പിലാണ് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവർ ചെയ്യാനെ കൊണ്ട് നമുക്കത് കൺസീലറാണ് പോകേണ്ടുന്നത്. അത് ഏത് സ്റ്റെപ്പിലാണ് നമ്മൾ ക്ലെൻസർ പ്രൈമർ ഒക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്നത്? പ്രൈമറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡാർക്ക് സർക്കിൾ ഉള്ളപ്പോൾ അതിൻ്റെതായ പ്രൈമറുകളുണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ അതിനകത്ത് മോയ്സ്ചറൈസിങ് ഇട്ടില്ല. ഇപ്പോൾ ഓൾറെഡി ഇച്ചിരി ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നുകാർക്കും മോയ്സ്ചറൈസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ മോയ്സ്ചറൈസ് യൂസ് ചെയ്തില്ല. ഇപ്പോൾ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്കിന്നിനും അവർക്ക് ചേരുന്ന ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ലൈറ്റായിട്ടാണ് ലക്ഷ്മിക്ക് ലൈറ്റ് മേക്കപ്പ് പോരെ, ലൈറ്റായിട്ട് പോലെ നാച്ചുറൽ ലുക്കിൽ. ഇപ്പം ഞാനൊരു ഫിക്സിങ് പൗഡറാണ് ഇടുന്നത്. ഒരു കോമ്പാക്റ്റ് പൗഡറാണ്. അത് നമ്മൾ മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ലക്ഷ്മി, നമുക്ക് കോണ്ടോർ വേണമല്ലോ. കോണ്ടോർ വേണം. കോണ്ടോർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കാര്യം ലക്ഷ്മിക്ക് മൂക്കൊന്നും അത്ര എടുത്തിട്ടില്ല. മൂക്ക് അതുകൊണ്ടൊക്കെ നമ്മുടെ ഈ ചിന്ന ഏരിയയൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോണ്ടോർ ഉപയോഗിക്കുന്നത്.
നമുക്കൊരു ഫിക്സിങ് സ്പ്രേ കൊടുക്കാം. അതായത് മേക്കപ്പ് പോകാതിരിക്കാൻ വേണ്ടി ലോങ് ലാസ്റ്റിന് വേണ്ടിയാണ് ആ ഫിക്സിങ് സ്പ്രേ ഉപയോഗിക്കുന്നത്. സാധാരണ ഐ മേക്കപ്പാണ് ഞങ്ങൾ മുന്നേ ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പം ഞങ്ങൾ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഐ മേക്കപ്പ് ചെയ്യുന്നത്. എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. ഇനി ഞങ്ങൾ ഐ മേക്കപ്പിലേക്ക് പോവാണ്. നമുക്ക് എന്ത് തരം മേക്കപ്പാണ് ഐ മേക്കപ്പ് എന്ത് തരമാണ് നമുക്ക് വേണ്ടുന്നത്? എൻ്റെ കണ്ണ് കുറച്ച് ചെറുതായിട്ടിരിക്കും, അപ്പം കുറച്ച് എൻഹാൻസ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഐ മേക്കപ്പ് വേണം. ഓക്കെ, അപ്പം നമുക്കതൊരു ലൈറ്റായിട്ട് ചെയ്താൽ മതി. ഒരുപാട് ഇതായിട്ട് ഇപ്പോൾ ഒരു പാർട്ടി മേക്കപ്പ് ആണല്ലോ ഇത്, അതൊരു ഗസ്റ്റ് ലുക്ക് മേക്കപ്പ് ആണല്ലോ അല്ല. അപ്പം ആ രീതി തന്നെ നമുക്ക് ചെയ്യാം. സാധാരണ നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഷെയ്ഡ് വരച്ചിട്ടൊക്കെയാണ് ഇടുന്നത്. ഇതിപ്പോൾ നമ്മൾ ഷെയ്ഡ് വരയ്ക്കാതെ തന്നെ ഇടുകയാണ്. ഓൾറെഡി ലക്ഷ്മിയുടെ ലിപ്പ് നല്ലതാണ്, ഏകദേശം വരച്ച കണക്ക് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഫൈനലായി മേക്കപ്പ്. ഇനി നമുക്കൊരു പൊട്ടോടൊക്കെ വെക്കാം. എന്താ ലക്ഷ്മി? ഓക്കെ, എന്തായാലും മേക്കപ്പ് കഴിഞ്ഞു. ഒരു സിമ്പിൾ മേക്കപ്പാണ് ചെയ്തത്, ഒരു സിമ്പിൾ ഗസ്റ്റ് ലുക്ക് മേക്കപ്പ്.